കെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. സെക്രട്ടേറിയറ്റ് തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ ഇനി അവതരിപ്പിക്കും. ഷിജോ കുര്യൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും. ഷിജോ, പ്രതീക്ഷിച്ച നടപടി തന്നെയാണ്, അതിലേക്ക് തന്നെ മാറുകയാണല്ലേ കാര്യങ്ങൾ? പ്രജിൻ നസിത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തെ വിവരം. പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, പ്രാഥമിക അംഗത്തിൽ നിന്ന് CPM-ൽ നിന്ന് പത്മകുമാർ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു സാധ്യതയാണ് നിലവിൽ തെളിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ചർച്ച. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി അതിനകത്ത് പത്മകുമാറിനെതിരായിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം, പത്മകുമാറിനെ ഇതുവരെ പത്മകുമാറിനെ വിവിധ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, മറ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അങ്ങനെ ആ നടപടിക്കപ്പുറത്തേക്ക് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്നൊരു ചർച്ച. അതിനകത്ത് കടുത്ത നടപടി തന്നെ വേണം എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആവശ്യമുയർന്നു. അങ്ങനെ എല്ലാവരും ഒരേ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പത്മകുമാർ പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു വഴി കൃത്യമായിട്ട് ഇപ്പോൾ തെളിയുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ചുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി വീണ്ടും ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ആ ജില്ലാ സെക്രട്ടറി തീരുമാനത്തിന് അന്തിമ അനുമതി കൊടുത്തതിന് ശേഷം ആ നടപടിയെക്കുറിച്ചുള്ള വിശദീകരണം ഒരുപക്ഷെ നേതാക്കൾ സജീവ് ചെറിയാനോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ, ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമോ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ ആ പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയേക്കും. എന്തായാലും ആ തീരുമാനം ഇന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നേരത്തെ തോമസ് ഐസക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്ന നിലയിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയ കാര്യവും ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറിന് ഈ പറയുന്ന തോമസ് ഐസക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനപ്പുറത്തെ ഒപ്പം തന്നെയാണ് ജില്ലാ സെക്രട്ടറി നിൽക്കുന്നത്. ജില്ലാ സെക്രട്ടറി തീരുമാനപ്രകാരം ഒരുപക്ഷെ പത്മകുമാർ ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് വീണ്ടും പുറത്താക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു തീരുമാനമാണ് ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ CPM-ന്റെ തണലിൽ നിന്നുകൊണ്ട് ആറന്മുള MLA ആയിട്ടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുമൊക്കെ പ്രവർത്തിച്ച പത്മകുമാർ ദീർഘകാലമായിട്ട് പാർട്ടിയിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ്, ദീർഘകാലമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരാൾ, അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 103 ദിവസം ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിവിധ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതിനൊന്നും ഒരു തരത്തിലും അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നു. അങ്ങനെ പത്മകുമാറിന് പുറത്തേക്കുള്ള വഴി ഇപ്പോൾ കൃത്യമായിട്ട് തെളിയുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഈ ഒരു വിഷയം മാത്രമാണോ ഈ യോഗത്തിൽ അജണ്ടയായി വന്നത്? അതായത് പത്മകുമാറിനെതിരെ എന്ത് നടപടി എന്ന കാര്യം മാത്രമാണോ? കാരണം അനുബന്ധമായി ഇപ്പോൾ പത്മകുമാർ പല പ്രതികരണങ്ങളും അടുത്തവരോട് നടത്തിയിട്ടുണ്ട്, സുഹൃത്തുക്കളോട് നടത്തിയിട്ടുണ്ട്. ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു, അതിലൊക്കെ പല കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ പ്രതികരണങ്ങളുമുണ്ട്. അപ്പോൾ ആ വിഷയം കൂടി അവിടെ ജില്ലാ നേതൃത്വം ചർച്ച ചെയ്തു വന്ന സംസ്ഥാന നേതാക്കളായിട്ടുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പത്മകുമാറിന് മറുപടി പറഞ്ഞ സമയം കളയേണ്ടതായിട്ടില്ല. പത്മകുമാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിന് ആ രീതിയിൽ മറുപടി പറഞ്ഞ് പോകേണ്ടതില്ല എന്നുള്ള നിലപാട് ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളത് മാധ്യമങ്ങളുടെ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളോട് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയാലും അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ ജില്ലയിലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പത്മകുമാർ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളടക്കമുള്ള ചില പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെയൊന്നും ഒരു തരത്തിലും മുഖവിലക്കെടുക്കേണ്ടതായിട്ടില്ല. മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിച്ചാൽ പോരെ എന്നുള്ള തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആർക്കും പേടിക്കാൻ അല്ലെങ്കിൽ പത്മകുമാറിനെ എന്തിനും ഭയക്കണം? പത്മകുമാർ പറയാനുള്ളത് ആത്മകഥയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ വന്ന് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ അദ്ദേഹത്തിന് വഴങ്ങി ഇനി മുമ്പോട്ട് പോകേണ്ടതായിട്ടില്ല, നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അസന്നിഗ്ധമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന് വഴങ്ങേണ്ടതില്ല, പത്മകുമാറിന്റെ ഭീഷണികൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്കോ ഒരു തരത്തിലും വഴങ്ങേണ്ടതില്ല, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാം, പുറത്തേക്ക് തന്നെ പറഞ്ഞു വിടാം എന്നുള്ള നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിയത്. അങ്ങനെയാണ് പത്മകുമാറിന് പുറത്തേക്കുള്ള വഴി ഇപ്പോൾ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അസിത, പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.